ഹിന്ദിയില് 10 വാക്ക് ഓണത്തിന് എഴുതാൻ പറയായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ओणम के बारे में 10 वाक्य बताइए. केरल का त्योहार है. ओणम केरल का एक विशेष त्योहार है. विशेष त्योहार ये श्रावण महीने में आता है. ओणम के दिन लोग खुशियां मनाता है. ओणम के दिन लोग नया नया कपड़ा चुथते हैं. അല്ല നമ്മളെ പഠിച്ച വേറെയാണെന്ന്. നമ്മളിപ്പം ഇപ്പൊ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. അപ്സര എപ്പോ പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞത്? ഞാൻ വെറുതെ പല പ്രാവശ്യം വിടുന്നുണ്ട്. എപ്പോഴാ പഠിച്ചിറങ്ങിയ പറ? ഞാൻ എന്റെ SSLC എക്സാം എഴുതുന്നത് 2012 അയ്യോ ചേച്ചി, കുഞ്ഞു കുട്ടിയാ. അയ്യടാ പറഞ്ഞു നടക്കുക. ബുദ്ധിയുണ്ട്. ഒരു ഓണത്തിന് ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളെ ഒന്നുമില്ല, വെറുതെ പറഞ്ഞാൽ ചേച്ചി പോട്ടെന്ന്. ഞാനും മനു പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. അപ്പൊ ഞങ്ങള് ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമുക്ക് കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഓണത്തിന് സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രോഗ്രാംസ് വന്നാലും അങ്ങനെ എടുക്കാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ് ഓണത്തിൻ്റെ അന്ന്. മനുവിന് പ്രേമിച്ചു തുടങ്ങിയപ്പോൾ മനുവിനും ഓണം വരണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. അപ്പം അന്ന് അപ്പോൾ ഒരു പ്രോഗ്രാം വന്നു, ഞങ്ങൾക്കൊരു ഷോ. എനിക്ക് തോന്നുന്നു മലപ്പുറത്താണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഓക്കെ എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിന്, എൻ്റെ സിസ്റ്ററും ഉണ്ട്. ഞങ്ങളപ്പോൾ എത്തൊക്കെ ഇരിക്കുകയല്ല, അങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ അവിടെ ചെന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഓണത്തിൻ്റെ അന്ന് ഭയങ്കര കാര്യമായിട്ട് എല്ലാവർക്കും പാക്കറ്റ് കൊണ്ടു തന്നു ഉച്ചയ്ക്ക് ഊണ്. അപ്പോൾ എന്തായാലും ചോദിച്ച സദ്യ പോലെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഹാപ്പി ആയിട്ടൊക്കെ തുറന്നപ്പോഴേ ബീഫ് ബിരിയാണി. ഓണത്തിനോ? മലപ്പുറത്തുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമുക്കൊരു മനസ്സിനൊരു ഇന്നൊരു ഓണമല്ലേ, ഇന്ന് എങ്ങനെ നമ്മളൊരു ബീഫ് ബിരിയാണി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഞങ്ങളുടെ കണ്ട സന്തോഷത്തിൽ അങ്ങ് പോയി. നവീൻ ചേട്ടന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? അത് അവിടെ തന്നെ ചോദിച്ചില്ല. അങ്ങനെ അബദ്ധങ്ങൾ എന്ന് പറയാനായിട്ട് ഓണത്തിന് ഇതുപോലെ ഒരു ഷോ, ചെറുപ്പത്തിലായിരുന്നു ഇതുപോലെ ഒരു ഷോ എല്ലാം സെറ്റായി. തിരുവോണത്തിന്റെ അന്ന് എന്നെ വിളിച്ച് ഇന്ന ഡ്രസ്സാണ്, കോസ്റ്റ്യൂം ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി, എല്ലാം റെഡിയായിട്ടിരുന്നു. പക്ഷേ അവർ വേറെ ആളെ വിളിച്ചു, എന്നെ വിളിച്ചില്ല. എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. അതാണ് എനിക്ക് പറ്റിയൊരു ജീവിതത്തിൽ പറ്റിയൊരു ഓർമ്മ, ഓണത്തിനെ കുറിച്ചുള്ള നെഗറ്റീവ് ഓർമ്മ. പോട്ടെ, അവരതോർത്ത് ഖേദിക്കും. അല്ല, അവർക്ക് പോസിറ്റീവ്, എനിക്ക് നെഗറ്റീവായി. ഖേദിക്കട്ടെ അവര് ഭാവിയിൽ. എന്താ വിഷ്ണു പറഞ്ഞു? ഞാനങ്ങനെ ഫെസ്റ്റിവൽസിനോട് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആവാത്ത ഒരാളാണ്. ഫെസ്റ്റിവൽസ് ആണെങ്കിലും ബർത്ത്ഡേസ് ആണെങ്കിലും ഞാൻ അധികം എക്സൈറ്റഡ് ഒന്നും ആവാത്ത ഒരാളാണ്. അതുകൊണ്ട് നോർമൽ ഡേ പോലെ തന്നെ ഇന്നൊരു സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുന്നു. സോ അതല്ലാണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ഒന്നും ആവാത്തൊരു വ്യക്തിയാണ്. അതെനിക്കും അറിയില്ല, ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ എക്സൈറ്റഡ് ആവാറില്ല. അങ്ങനെ അതാ പറഞ്ഞത്, നോർമൽ ഡേ പോലെ തന്നെ പ്ലസ് സെലിബ്രേഷൻ പോലെ സദ്യ ഇതും കഴിക്കുന്നു. ആഘോഷങ്ങൾ എപ്പോഴും ഒഴിഞ്ഞു മാറാറുണ്ടോ? ഇല്ല, മാറാറില്ല. അല്ല അതാരാ പറയണെന്ന് നിങ്ങളൊന്ന് ശരിയാണോ? ഞങ്ങളൊരേ സെല്ലിലായിരുന്നു, അദ്ദേഹത്തിന് അതറിയാം. പക്ഷെ ഷോക്ക് അടിപ്പിച്ച് ഇയാളായിരുന്നു. ദീപൻ ചേട്ടാ, ഇപ്പൊ കല്യാണത്തിന് മുന്നേ ഉള്ളൊരു ബാച്ചിലർ ആയിട്ട് നടന്ന ഓണത്തിനെക്കാട്ടിലും ഇപ്പൊ കല്യാണം കഴിഞ്ഞ അച്ഛനായി, ഭർത്താവായി, അച്ഛനായി, ആ ഓണം എന്താ? അതങ്ങനെ ഒരു ഫാമിലി മാൻ ആവുന്നതിന് മുന്നേ ഉള്ള ഓണം തന്നെ പറയണം. ബാല്യകാലത്ത് ഓണം എനിക്ക് ഈ പൂക്കളം ഇടുന്നതും ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ ഡെക്കറേഷൻ ചെയ്ത പരിപാടി എനിക്ക് പണ്ടേ കുട്ടിക്കാലത്ത് ഇഷ്ടമാണ്. അപ്പം ഈ നമുക്ക് ആ 10 ദിവസ സമയത്തായിരിക്കും ഓണപരീക്ഷ വരുന്നത്. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് ബോർഡ് കൊണ്ടുവരുന്ന സമയത്ത് വീടിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന മതിലിനകത്തൊക്കെ നിൽക്കുന്ന പൂക്കൾ കളക്ട് ചെയ്യുക. അങ്ങനത്തെ അന്നൊന്നും വീട്ടിൽ നിന്ന് അത് മേടിച്ചു തരില്ല. അപ്പോൾ എനിക്ക് കുറേ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി മാൻ ആയപ്പോൾ ഇപ്പോൾ മക്കൾക്ക് ആ ഒരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. വീട്ടിൽ അത്തയിടും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഓണത്തിനെ കുറിച്ച് ഏറ്റവും നല്ല ഓർമ്മ. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചിറയൻകീഴാണ് എൻ്റെ നാട്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് മഞ്ചാടിനടുത്തൊരു ദേശപ്രേമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിലാണ് സാധാരണ എല്ലാ ഓണ സമയത്ത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. പാട്ട്, ഡാൻസ്, സ്കിറ്റ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാം ഒരുപാട് മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ മൊബൈലിലൂടെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ, നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം ഉണ്ടാകുന്ന അങ്ങനെ. പക്ഷെ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ഈ ക്ലബ്ബുകളിൽ പോയിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ ഓരോരോ ക്ലബ്ബുകളിലും പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്ക് ഓടി നടന്ന് പായസം കുടി മത്സരം,
ആ എല്ലാം എല്ലാം അല്ല അത്തരം അല്ല പാട്ട് അത്തരം അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് എല്ലാ ഓണത്തിനും ഞാൻ എല്ലാ ഷോയ്ക്ക് പോകുന്ന സമയത്ത് പോലും മിക്കവാറും തിരുവോണത്തിനന്ന് ചിറയൻകീഴത്തെ കുടുംബ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ കൂടുന്ന ഒരു ദിവസം. അത് ഓണത്തിനോട് എല്ലാ പ്രോഗ്രാം മാറ്റി വെക്കാറുണ്ട്. 99% മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അന്ന് വൈകുന്നേരം നമ്മൾ എല്ലാവരും ചേർന്നിട്ട് ഒരു യാത്രയാണ്, അടുത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി പിന്നെ അങ്ങനെ പോകുന്നതാണ് ഓണം. എപ്പോഴും ഓണം വളരെ മനസ്സിന് സന്തോഷം. പണ്ട് ഞങ്ങൾ അത്തപ്പൂക്കൾ ഇവിടെ ആയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ. ഈ 10 തട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ തട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഞാനും അതെ, ഞാനൊരു നാട്ടിൻപുറത്ത് തന്നെയാണ്. നന്ദിയോട് എന്ന് പറയുന്ന സാധാരണ ഗ്രാമത്തിലാണ് ജനിച്ചത് വളർന്നതൊക്കെ. ഇപ്പോഴും അവിടെ തന്നെയാണ് നാട്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെയാണ്. പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് പൂ പറിക്കാൻ പോകും. കാരണം അത്തത്തിന്റെ അന്ന് പൂ പറിക്കാൻ പാടില്ല, ഇല മുറിക്കാൻ പാടില്ല എന്നൊക്കെ അമ്മ തിരുവോണത്തിന്റെ അതെ തിരുവോണത്തിന് പൊട്ടിക്കാനൊന്നും പാടില്ലെന്ന് പറയണം. അപ്പോൾ തലേ ദിവസമേ എല്ലാവരും കൂടെ പോയി ഏറ്റവും കൂടുതൽ പൂ കളക്ട് ചെയ്യുന്നത് ആരാണോ അവർക്ക് ഭയങ്കരതാ. പിന്നെ വീട്ടിൽ കൊണ്ടുവരിക. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇന്നും ഉണ്ട്, അന്നും ഈ ഓണ പരിപാടികൾ പ്രോഗ്രാം എല്ലാവരും ഒരുമിച്ചുള്ള സദ്യ കഴിക്കൽ. പിന്നെ ദൂരെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ അന്ന് കാണാൻ പറ്റുന്നത്. പക്ഷെ അന്നെന്ന് വെച്ചാൽ കുട്ടികളെ പോലെ പോയി സമ്മാനം വാങ്ങാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ഓണത്തിന് സമ്മാനം തരുന്നത് പ്ലേറ്റൊക്കെയാണ്. പ്ലേറ്റ്, ഗ്ലാസ്, പാത്രം. ഇപ്പോഴത്തെ ട്രോഫിയൊക്കെ ആയത് അന്ന്. അപ്പോൾ ഓരോ നമ്മൾ എണ്ണും ഏറ്റവും കൂടുതൽ പ്ലേറ്റ് കിട്ടിയത് ആരാണ് അതൊക്കെ. പക്ഷെ ഇപ്പം ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് സമ്മാനം കൊടുക്കാനൊരു ആളായിട്ട് പോകാൻ. വെരി ഗുഡ്.